90% സർവകാല റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി തമിഴ്നാട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയെന്ന് NDA. തുടർഭരണം സ്വപ്നം കണ്ട് DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യവും. റെക്കോർഡ് പോളിംഗിനാണ് ഇത്തവണ തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. ഭരണവിരുദ്ധ വികാരവും മോദി പ്രഭാവവും ഈ വോട്ടിലെ വർധനവിന് കാരണമായിട്ടുണ്ട്. തമിഴ് ജനത ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വൈകിട്ട് 6 മണി വരെ 85% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതുവരെ 4.7 കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കന്യാകുമാരി, നാഗർകോവിൽ മുതൽ ചെന്നൈ വരെയും വിവിധ മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ് നടന്നു. കഴിഞ്ഞ തവണ NDA തൂത്തുവാരിയ കൊങ്കു ബെൽറ്റിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. രാവിലെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ കോയമ്പത്തൂർ PSG കോളേജിലെത്തി വോട്ട് രേഖപ്പെടുത്തി. NDA തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുമെന്നും DMK തെരഞ്ഞെടുപ്പിൽ വോട്ടിന് പണവും സ്വർണവുമൊക്കെ നൽകുകയാണെന്നും അണ്ണാമലൈ ആരോപിച്ചു. Coimbatore, Karur and other parts of Tamil Nadu, the election process is vitiated very severely. Karur half-gram gold per vote was distributed in the last 2 days. Coimbatore 5,000 rupees per vote in South constituency and other parts also. Very unfortunate to see this is happening. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുടുംബസമേതം ചെന്നൈയിലും AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എടപ്പാടിയിലും TVK അധ്യക്ഷൻ വിജയ് നീലാങ്കരിയിലും വോട്ട് ചെയ്തു. 2011 സർവകാല റെക്കോർഡും കടന്നാണ് തമിഴ്നാട്ടിലെ പോളിംഗ് കുതിപ്പ്. തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ വലിയ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും. സ്റ്റാലിൻ സർക്കാരിനെതിരായ ശക്തമായ ജനവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണ് പോളിംഗ് ശതമാനത്തിലെ വർധനവ് എന്നുള്ളതാണ് NDAയും TVKയും നാം തമിഴർ കക്ഷിയും ഉൾപ്പെടെ കരുതുന്നത്. എന്നാൽ ഹിന്ദി വിരുദ്ധ രാഷ്ട്രീയവും ഫ്രീബി പൊളിറ്റിക്സും ജനം സ്വീകരിച്ചു എന്നുള്ളതാണ് DMKയുടെ കണക്കുകൂട്ടൽ. ഏതായാലും തമിഴ് മക്കൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം. ടീം ജനം, തമിഴ്നാട്.